മനസ്സിലാക്കുന്ന ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ നെയ്മർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പരിഹാസം ഏൽക്കേണ്ടി വന്ന താരമാണ് ഡംബല. ശരിക്കും ഒരു PSG വർഷമായിരുന്നു കഴിഞ്ഞ തവണ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. ഡംബലയെ പോലെ തന്നെ ആ ടീമിൽ ഒരുപിടി താരങ്ങൾക്ക് പിന്നെ ബാലൻഡിയോർ അർഹിക്കുന്നവരുണ്ട്. അപ്പോൾ പലപ്പോഴും ബാലൻഡിയോർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട്, പക്ഷേ കഴിഞ്ഞ വർഷം റോഡ്രിഗോ കിട്ടിയത്. അദ്ദേഹം സ്ട്രൈക്കറിലെ DM ആണ് കളിക്കുന്നത്. അല്ല, പക്ഷേ അതിന് വലിയ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം ഹാരിസിന്റെ ക്ലബ്ബുകാരൊക്കെ ബഹിഷ്കരിച്ചിരുന്നു. ഇതേപോലെയാണ് 2010 പിന്നെ ലയണൽ മെസ്സിക്ക് ബാലൻഡിയോർ കിട്ടുന്ന സമയത്ത് ഒരു വലിയ വിവാദമായിരുന്നു. അന്ന് വെസ്ലി സ്നൈഡർ ട്രിപ്പിൾ അടിച്ചു നിൽക്കുകയാണ്. ജയേഷ് ബുഗോഡൂർ, ആരൊക്കെയാണ് ഈ ലിസ്റ്റിലുള്ളത്? ഈ പ്രാവശ്യം അവാർഡിന് സാധ്യതയുള്ള ലിസ്റ്റിൽ ആരൊക്കെയാണുള്ളത്? ആർക്ക് കിട്ടാനാണ് സാധ്യത? ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്മാൻ ഡംബലയ്ക്ക് തന്നെയായിരിക്കും ഇത്തവണത്തെ. കാരണം എല്ലാവരും എതിരില്ലാതെ പറയുന്ന പേര് തന്നെയാണ് ഉസ്മാൻ ഡംബലയുടേത്. അതായത് ലയണൽ മെസ്സിക്കും നെയ്മർക്കും എംബാപ്പയ്ക്കും സാധിക്കാത്തത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഉസ്മാൻ ഡംബലയ്ക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ആദ്യമായി PSG കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഉസ്മാൻ ഡംബലയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതിൽ തന്നെ ടീം എന്ന നിലയിൽ ക്ലബിനെ കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് ഡംബലെ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ 53 മത്സരങ്ങളാണ് ഇതിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 35 ഗോളും 14 അസിസ്റ്റും ഉണ്ട് അദ്ദേഹത്തിന്. 49 ഗോൾ കോൺട്രിബ്യൂഷന്. ഡംബലയെക്കാളും ഗോൾ കോൺട്രിബ്യൂഷൻ അധികമുള്ളത് എനിക്ക് തോന്നുന്നു റാഫിഞ്ഞയ്ക്കും മുഹമ്മദ് സലയ്ക്കും മാത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രമാത്രം മികച്ച പെർഫോമൻസാണ് നടത്തിയത്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് 2024-25 ഇതാണല്ലോ ബാലൻഡിയോർ കണക്കാണല്ലോ നമ്മൾ നോക്കുന്നത്. 2024 അദ്ദേഹം വളരെ മോശമായിരുന്നു. കാരണം 15 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ മാത്രമാണ് നേടിയത്. പിന്നീട് 2025 ഈ ഒരു വർഷം ഒരു അതിഗംഭീരമായൊരു റിഡംഷൻ തന്നെയായിരുന്നു ഡംബലയുടേത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഡംബലയ്ക്കുള്ളത് തന്നെയാണ്. ജേഷ് പറഞ്ഞതിൽ തന്നെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ മെസ്സിക്കും എംബാപ്പയ്ക്കും നേടിക്കൊടുക്കാൻ സാധിക്കാത്തൊരു സംഭവമാണ് PSG വേണ്ടിയിട്ട് നേടിക്കൊടുക്കാൻ സാധിച്ചത് ഡംബലയ്ക്ക്. ഹാരിസിന്റെ ഒരു ചോയ്സ് ആരായിരിക്കും? ഡംബൽ തന്നെയാണോ? പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ സീസണിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബാലൻഡിയോർ ചിത്രത്തിൽ കാണാത്ത കുറേ പേരുകൾ നമ്മൾ കണ്ടൊരു വർഷമായിരുന്നത്. പ്രത്യേകിച്ച് റഫീഞ്ഞ ബാലൻഡിയോർ ചിത്രത്തിൽ ഒരു കാരണവശാലും വരില്ല എന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന ഒരാളെ ഹാൻസി ഫ്ലിക്ക് അങ്ങ് മാറ്റിപ്പണിത് അദ്ദേഹത്തിന്റെ പേര് മാത്രമായിരുന്നു തുടക്കത്തിൽ പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുന്നു. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ലമീൻ യമാൽ ചിത്രത്തിലേക്ക് വരുന്നു. പിന്നെ ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുന്നു. പിന്നെയാണ് ഡംബലയുടെ പേര് ഇങ്ങനെ കടന്നു വരുന്നതെന്നാണ്. നേരത്തെ ജയശേട്ടൻ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിലൊന്നും ഡംബലെ നമ്മളങ്ങനെ ഈ 18 മത്സരങ്ങളിൽ 5 ഗോൾ എന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ അവസാനിക്കുമ്പോഴേക്കും പിന്നെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഒരുപിടി മികച്ച പ്രകടനങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ലിവർപൂളിനെതിരെ ഗോൾ സ്കോർ ചെയ്യുന്നു, ആഴ്സണലിനെതിരെ ഗോൾ സ്കോർ ചെയ്യുന്നു, 8 ഗോളുകൾ സ്കോർ ചെയ്യുന്നു അദ്ദേഹം. ക്ലബ് ഫുട്ബോളിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇഞ്ചുറി കാരണം എല്ലാ മത്സരം 4 മത്സരം കളിക്കാൻ പറ്റുള്ളൂ. അതിൽ 2 ഗോൾ ഒരു അസിസ്റ്റ് ഉണ്ട് ക്ലബ് വേൾഡ് കപ്പില്. റയൽ മാഡ്രിഡിനെതിരെ ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരു ഹൈ പ്രസിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു PSG വർഷമായിരുന്നു കഴിഞ്ഞ തവണ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. ഡംബലയെ പോലെ തന്നെ ആ ടീമിൽ ഒരുപിടി താരങ്ങൾക്ക് പിന്നെ ബാലൻഡിയോർ അർഹിക്കുന്നവരുണ്ട്. വിറ്റിഞ്ഞ, നുനോ മെൻഡസ്, ജാവോ നെവസ്, ഒരുപിടി ലിസ്റ്റിലുള്ളവർ തന്നെയാണ്. ശരിക്കും കഴിഞ്ഞ വർഷം ഒരു PSG വർഷമായിരുന്നു. അവർ ക്വാർട്ടർ അടിക്കുന്നു, പിന്നെ ലീഗ് 1 അടിക്കുന്നു, ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു. ലീഗ് 1 21 ഗോളുമായിട്ട് ഡംബലെ ടോപ്പ് സ്കോററാണ്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 5 ഗോളിന് അവർ ജയിച്ച മത്സരത്തിൽ അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2 അസിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട് അവിടെ. അപ്പോൾ ഡംബലെ ശരിക്കും കഴിഞ്ഞ വർഷം ഒരു PSG വർഷമായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ ബാലൻഡിയോറിന്റെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇത് സ്ട്രൈക്കർമാർക്ക് വേണ്ടി മാത്രമുള്ള അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഈ ഇതിൽ നോക്കുന്ന സമയത്തും ടോപ്പ് 3യിൽ വരാൻ സാധ്യതയുള്ളൊക്കെ സ്ട്രൈക്കേഴ്സ് ആണ്. ലാമിൻ യമാലാണ് സാധ്യത, പിന്നെ റഫീഞ്ഞാണ്. അപ്പോൾ പലപ്പോഴും ബാലൻഡിയോർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട്, പക്ഷേ കഴിഞ്ഞ വർഷം റോഡ്രിഗോ കിട്ടിയത്. അദ്ദേഹം സ്ട്രൈക്കറിലെ DM ആണ് കളിക്കുന്നത്. അല്ല, പക്ഷേ അതിന് വലിയ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം ഹാരിസിന്റെ ക്ലബ്ബുകാരൊക്കെ ബഹിഷ്കരിച്ചിരുന്നു. അങ്ങനെ ഈ ഇതിനു മുമ്പ് നമ്മൾ പിന്നെ ഈ ഫിഫ ദ ബെസ്റ്റിൽ ലൂക്ക മോഡ്രിച്ചിനെ ഇട്ടുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ റോഡ്രിക്കാണ് ബാലൻഡിയോർ കാണുന്നത്. ഇത് ഒരു അപൂർവമായിട്ടൊക്കെയാണ് ഇങ്ങനെ പിന്നെ മിഡ്ഫീൽഡർമാർക്ക് കിട്ടുന്നത്. ഈ ചാമ്പ്യൻസ് ലീഗ് ഈ ബാലൻഡിയോറിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇതിൽ വലിയ വിവാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണ ക്രിസ്ത്യാനോനോട് പിന്നെ നാഷണൽസ് ലീഗ് ഫൈനൽ നടക്കുന്ന സമയത്ത് പിന്നെ ചോദിക്കുന്നുണ്ട് ഇത്തവണ ബാലൻഡിയോർ ആർക്കാണ് സാധ്യത കൊടുത്തത്. അപ്പോൾ UEFA ചാമ്പ്യൻസ് ലീഗ് നേടുന്ന ക്ലബ്ബിലെ താരത്തിനായിരിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഡംബലേക്കായിരിക്കും സാധ്യത എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഫ്രാങ്ക് റിബറി അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. 2013 ഞാൻ ചാമ്പ്യൻസ് ലീഗ് എടുത്ത് നിൽക്കുന്ന സമയത്ത് ക്രിസ്ത്യാനോക്കാണ് അത് കൊടുത്തത്. അപ്പോൾ അന്ന് ഈ വാദങ്ങളൊന്നും പിന്നെ വില പോയിരുന്നില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇതേപോലെയാണ് 2010
പിന്നെ ലയണൽ മെസ്സിക്ക് ബാലൻഡിയോർ കിട്ടുന്ന സമയത്ത് ഒരു വലിയ വിവാദമായിരുന്നു. അന്ന് വെസ്ലി സ്നൈഡർ ട്രിപ്പിൾ അടിച്ചു നിൽക്കുകയാണ്. ഇന്റർ മിലാനിന്റെ ഒപ്പം സീരിയ അടിച്ചു നിൽക്കുന്നു, പിന്നെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചു നിൽക്കുന്നു, അതുപോലെ തന്നെ അവിടെ ട്രിപ്പിൾ അടിച്ചു നിൽക്കുന്നു. അതേപോലെ തന്നെ 2010 ലോകകപ്പിൽ അദ്ദേഹം ഫൈനലിസ്റ്റുകളാണ് നെതർലൻഡ്സ്. അപ്പോൾ അന്നത്തെ ലോകകപ്പിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തിറക്കൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലൻഡിയോർ മെസ്സിക്ക് കൊടുക്കുന്നു. അതെ, അപ്പൊ അന്നും ഇത് ഭയങ്കര വിവാദമായിരുന്നു. അങ്ങനെ ബാലൻഡിയോർ എല്ലാ കാലത്തും അങ്ങനെ ഒരു വിവാദം സൃഷ്ടിച്ച ഒരു അവാർഡായിട്ട് നമുക്ക് അതിൽ പ്രധാനം ഇതിന്റെ സെലക്ഷനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഫിഫയിലെ ആദ്യത്തെ 100 റാങ്കിങ്ങിലുള്ള രാജ്യങ്ങളിലെ ജേർണലിസ്റ്റുകളാണ്, സ്പോർട്സ് ജേർണലിസ്റ്റുകളാണ് വോട്ട് ചെയ്താക്കുന്നത്. ഫിഫ ദ ബെസ്റ്റിലേക്ക് മറ്റൊക്കെ വരുമ്പോഴേക്ക് അത് ക്യാപ്റ്റന്മാർ, ദേശീയ ടീമിന്റെ ക്യാപ്റ്റന്മാരും പരിശീലകരുമാണ് വോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ മെസ്സി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിലേക്ക് ഒരു വോട്ട് അങ്ങോട്ട് പോകും, സാധ്യതയുണ്ട്. അവിടെ ബ്രസീലിന്റെ താരത്തിലേക്ക് പോകും. അപ്പൊ അത്തരത്തിലുള്ള നിർഭാഗ്യങ്ങളുടെ ഒരു കഥ പറഞ്ഞു. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ലെവൻഡോസ്കിക്ക് ഇതേപോലെ അവാർഡ് അർഹിച്ചു. പക്ഷേ ആ സമയത്ത് മെസ്സി നേടിയ സമയത്ത് ഷാവി ഹെർണാണ്ടസിന് ഈ അവാർഡ് അർഹിച്ചതായിരുന്നു എന്ന രീതിയിൽ ചർച്ചകൾ നടക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പല സീസണുകളിൽ ഗോൾ അടിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഗോൾ സ്കോർ ചെയ്തവർക്ക് കൊടുക്കുക, എന്നാൽ പിന്നണിയിൽ പണിയെടുത്തവർക്കൊന്നും ഈ അവാർഡില്ല. മാനുവൽ ന്യൂയോർക്ക് നിഷേധിച്ച സംഭവമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വിനീഷ്യസ് ജൂനിയർക്ക് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയേ, ഹാരിസിന്റെ ക്ലബ്ബ് തന്നെ തെറ്റിപ്പോയി. നമുക്ക് ഡംബലയിലേക്ക് വരാം. ഡംബല തന്നെയാ, ഡംബലക്ക് കിട്ടുന്നതാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്. തീർച്ചയായും ഇതില് പറയേണ്ടത് PSG പ്രകടനങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഈ മെസ്സിക്കും നെയ്മറിനും പിന്നെ എംബാപ്പയ്ക്കും സാധ്യമാകാത്തത് ശരിക്കും PSG ഒരു ഗലാറ്റിക്കോ പ്രൊജക്ട് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ താരങ്ങൾ അണിനിരുന്നത്. അത് ഒരു സാധ്യമാണോ എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നിടത്ത് മെസ്സിയെ എംബാപ്പയും നെയ്മറിനും ഒറ്റ ടീം കളിക്കുന്നു. ഒരു 800 മില്യണിലധികം യൂറോയുടെ പ്രൊജക്റ്റ് ആണിത്. അവർ ഉറപ്പായിട്ടും തവണ ചാമ്പ്യൻസ് ലീഗ് അടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പ്രൊജക്റ്റിൽ സാധ്യമാകാത്തൊരു സാധനമാണ്. അത്ര വലിയ പേരൊന്നും അല്ലാത്ത, ഇപ്പൊ ഇതിൽ നമ്മൾ പേര് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും അറിയാത്ത പേര് ഡെസ്രിഡുവെ, ഡെംബലെ, വിറ്റീഞ്ഞ, അതൊന്നും വലിയ സൂപ്പർ താരങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ടീമല്ല. പക്ഷെ അവിടെ ശരിക്കും ലൂയിസ് എൻറിക്കെ കോച്ച് സൃഷ്ടിച്ച ഒരു റവല്യൂഷൻ തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ലൂയിസ് കോമ്പസ് എന്ന് പറയുന്ന അവരുടെ പിന്നെ സ്പോർട്ടിംഗ് ഡയറക്ടർ. ഇവർ രണ്ടാളും കൂടി ചേർന്ന് സൃഷ്ടിച്ചൊരു റവല്യൂഷനാണ് ശരിക്കും കറന്റ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കുന്ന ഒരു ക്ലബ്ബാക്കി, ഒരു ടീമാക്കി അതിനെ അവർ ശരിക്കും മാറ്റിപ്പണിയുകയായിരുന്നു. പണം കൊണ്ടല്ല ഫുട്ബോൾ സൃഷ്ടിക്കേണ്ടത്, ബെസ്റ്റ് ഫുട്ബോൾ, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കൊണ്ടാണ് ഒരു ടീം. സൂപ്പർ താരങ്ങൾ ഉള്ളതുകൊണ്ടല്ല. 2006 ആ സമയത്ത് റയൽ മാഡ്രിഡിൽ ഒരുപാട് സൂപ്പർ താരങ്ങൾ, വലിയൊരു ആൾക്കാരുണ്ടായിട്ട് അവർക്ക് വലിയ കപ്പുകളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. അപ്പം സൂപ്പർ താരങ്ങളല്ല, ഇതുപോലെ ഉള്ള ആൾക്കാരാണ് ശരിക്കും. ഒത്തനക്കമുള്ള ഒരു ടീമിനെ സൃഷ്ടിക്കാൻ കുറെ സൂപ്പർ താരങ്ങൾ കുത്തിയിറച്ചുണ്ടായില്ല. ഒത്തനക്കമുള്ള ഒരു ടീമിനെ കൊച്ചാഗോറസ്കേലിന്റെ പേരൊന്നും ചിലപ്പോ വലുതായിട്ട്. പിന്നെ അവരുടെ മിഡ്ഫീൽഡ് ജനറൽസ് ഒക്കെ എടുത്ത് നോക്ക്, ഫാബിയൻ റൂയിസ്, വിറ്റീഞ്ഞ, ജാവോ നെവസ്, പിന്നെ അപ്പുറത്ത് പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഹക്കീമി, മാർക്കിന്യോസ്, അതുപോലത്തെ ഒരുപിടി സീനിയർ താരങ്ങൾ എല്ലാം കൂടെ ഒരു ഇതൊക്കെ ചേർത്തിട്ട് എൻട്രക്കി ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു റവല്യൂഷനാണ് ശരിക്കും ഫ്രാൻസിന്റെ ആദ്യമായത്. ആ ടീം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ ആ വിപ്ലവം തുടരും. പിന്നെ ക്ലബ് ലോകകപ്പിൽ ഫൈനലിൽ ചെൽസിയോട് തോറ്റു എന്നതാണ് അവരുടെ ഏറ്റവും അപ്രതീക്ഷിത തോൽവിയായിരുന്നത്. എല്ലാവരും ഉറപ്പിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്നായിരുന്നു. അതെ, മലയാളത്തിലൊക്കെ ചില മാധ്യമ പ്രവർത്തകര് എന്ന് പറഞ്ഞിട്ടുണ്ട് PSG ജയിക്കും, എത്ര ഗോൾ അടിക്കുമെന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രവചനങ്ങൾക്ക് കേരളത്തിൽ വരെ നടന്നൊരു സമയത്താണ്. ഇതുപോലെ പിന്നെ നമ്മൾ ഡംബലിനെ കുറിച്ച് പറഞ്ഞു. അതെ, പക്ഷേ ഡംബലെ ഒരു ചെറിയൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. കാരണം ഡംബലെ ഏറ്റവും കൂടുതൽ പരിഹാസത്തിനിരയാകേണ്ടി വന്ന താരങ്ങളിൽ ഒരാളാണ് ഡംബലെ. ഇപ്പോൾ പരിക്കിന്റെ പേരിൽ ഞാൻ മനസ്സിലാക്കുന്ന ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ നെയ്മർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പരിഹാസം ഏൽക്കേണ്ടി വന്ന താരമാണ് ഡംബലെ. അതുപോലെ ചില വീഡിയോസ് ചിലപ്പോൾ ഈ ഉറങ്ങുന്ന ചില വീഡിയോസ് എല്ലാം എടുത്ത് മീമാക്കിയൊക്കെ പലതരത്തിലുള്ള ട്രോൾ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിരിക്കണം ഇന്ന്. അതെ, ഈ ബാഴ്സലോണയിൽ കളിച്ചിരുന്ന സീസണിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ബാഴ്സലോണയിലേക്ക് വലിയ തുകക്ക് അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവരുന്ന ഒരു താരം, അദ്ദേഹത്തിന് പരിക്കുകൾ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാഴ്സ പ്രതീക്ഷിച്ചത്ര ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. അദ്ദേഹം ട്രോളുകൾക്ക് ഇരയാവുന്നു. പിന്നെ ഈ ബൊറൂഷ്യ ഡോട്ട്മണ്ടിൽ നിന്നാണ് അദ്ദേഹം ബാഴ്സയിലേക്ക് വരുന്നത്. പിന്നീടാണ് അദ്ദേഹം PSG വരുന്നത്. PSG വന്നതിന് ശേഷം അദ്ദേഹം ബാഴ്സക്കെതിരെ ഗോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിഹാസങ്ങളൊക്കെ ബാഴ്സ ഫാൻസ് വരെ നടത്തിയ പരിഹാസങ്ങൾക്ക് അദ്ദേഹം റിഡംഷൻ നടത്തുന്നുണ്ട് എന്നുള്ളൊരു സാധനമാണ്. പിന്നെ PSG അദ്ദേഹത്തിന്റെ സീസൺ ആയിരുന്നു കഴിഞ്ഞ ഒരു ഹൈ പ്രസിംഗ്. ഇപ്പൊ റയലിനെതിരെയൊക്കെയുള്ള ക്ലബ് ലോകകപ്പിലെ പിന്നെ പ്രകടനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ഭയങ്കര അദ്ദേഹത്തിന്റെ പ്രസിംഗ് പിന്നെ മെന്റാലിറ്റി, ഹൈ പ്രസിംഗിലൂടെ ലാമിൻ യമാൽ. പക്ഷേ ഇതിലേക്ക് മുമ്പോൾ സ്പാനിഷ് ലീഗിലെ ട്രബിൾ അല്ലാതെ ടോപ്പ് യൂറോപ്യൻ ടയറിലേക്ക് നോക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗിലൊന്നും വലിയ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ ലാമിൻ യമാലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. മാത്രമല്ല സ്കോറിംഗ് വൈസ് നോക്കുമ്പോഴും അസിസ്റ്റൊക്കെ നോക്കുമ്പോഴും ഹാരി കെയ്നും എംബാപ്പയ്ക്കും മുഹമ്മദ് സലാഹയ്ക്കും താഴെയാണ് യമാൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് ഡംബൽ തന്നെ ആയിരിക്കും അല്ലേ. രണ്ടാമത് വരാൻ സാധ്യതയുള്ളത് ഹാരി കെയ്ൻ,
അല്ലെങ്കിൽ റാഫീഞ്ഞ ആയിരിക്കും, തേർഡ് സല വരും, ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്ത് ആയിരിക്കും ലമീൻ യമാൽ വരാൻ സാധ്യതയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോപ്പ് ത്രീ അല്ല, ടോപ്പ് ത്രീ എന്ന അർത്ഥത്തിലല്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലമീൻ യമാലൊക്കെ ചിത്രത്തിൽ ഫസ്റ്റ് ഡേ ഉള്ള ആളുകളാണ്. ചാമ്പ്യൻസ് ലീഗിൽ ചിത്രത്തിൽ നിന്ന് ഇവർ പോകുന്നതോടുകൂടിയാണ് ഈ ചിത്രം അങ്ങ് മാറി മറിയുന്നത്. അങ്ങനെ തന്നെയാണ്. PSG ശരിക്കും ചിത്രത്തിൽ ഇല്ലാത്തവർ, കാരണം ഇതുവരെ പിന്നെ കപ്പടിക്കാത്തൊരു PSG ഇത്തവണ പെട്ടെന്ന് കപ്പടിക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. ലിവർപൂളും ബാഴ്സലോണയും അന്ന് ഹോട്ട് ഫേവറേറ്റുകളായിരുന്നു. അപ്പോൾ ലിവർപൂൾ പെട്ടെന്ന് പുറത്താവുന്നു. അന്ന് ലമീൻ യമാൽ പറയുന്നുണ്ട്, ലിവർപൂൾ പുറത്താകുന്നതോടുകൂടി ബാഴ്സയ്ക്ക് ഇനി എതിരാളികളില്ലാതായി, ഞങ്ങൾ സിമ്പിളായിട്ട് അടിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇവർ പിന്നെ തോൽക്കുന്നത്. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പിന്നെ ഒരു വിജയമായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞ അടുത്ത PSG. ശരിക്കും ചാമ്പ്യൻസ് ലീഗ് ഫൈനലൊന്നും ഇങ്ങനെ ആവാറില്ല. 5-0 ഏകപക്ഷീയമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ 2-ലും 3-ലൊന്നും പ്രസക്തിയില്ല. ഇത് ഏറെക്കുറെ ഉറപ്പിച്ചാണ്. ഇവിടെ ഒരു മത്സരത്തിന് പോലും സാധ്യതയില്ലാത്ത രീതിയിൽ ഡംബലേക്ക് ഉറപ്പിച്ചൊരു സാധനമാണ്. ഇനി അത്ഭുതങ്ങൾ വല്ലതും സംഭവിക്കണം അതിന്റെ അപ്പുറത്തേക്ക്. സമയം എങ്ങനെയാണ്? രാത്രി 12 മണിക്കാണ് നമുക്ക് കാണാൻ ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് ചടങ്ങുകൾ തുടങ്ങുക. ഇപ്പോൾ കഴിഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷ താരങ്ങൾക്ക് നൽകുന്ന എല്ലാ അവാർഡുകളും വനിതാ താരങ്ങൾ നൽകുന്നുണ്ട്. സാധാരണ വനിതാ താരങ്ങൾക്ക് മികച്ച താരം മാത്രമേ കൊടുക്കാറുള്ളൂ. മികച്ച ഗോളി അങ്ങനെ ഉൾപ്പെടെയുള്ള മികച്ച ഗോൾ ഉൾപ്പെടെയുള്ള എല്ലാ കാറ്റഗറിയിലും വനിതാ താരങ്ങൾക്കും ഇത്തവണ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം 12:30-ക്കാണ് തുടങ്ങുക. സോണി ലീവ് ഇതിലും ഒപ്പം തന്നെ സോണി നെറ്റ്വർക്ക് ചാനലുകൾ 10-1, 10-2 ചാനലുകളായിട്ട് നമുക്ക് തത്സമയം കാണാൻ കഴിയും. ഒറ്റ കാര്യം കൂടെ, ഈ വനിതാ താരങ്ങളിലേക്ക് നോക്കുമ്പോൾ ഐദാന ബോൾമെറ്റ് തന്നെ ആയിരിക്കും തവണ വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാതെ 3-ാം തവണയും സ്പെയിനിൻ്റെ ബാഴ്സലോണയുടെ ഐദാന ബോൾമെറ്റ് ആയിരിക്കും വനിതാ താരം. കാരണം മിക്ക ആൾക്കാരും കമൻ്റ് അടിക്കും, പുരുഷ താരങ്ങളെ മാത്രം പറയുന്നുള്ളൂ, വനിതാ താരങ്ങളെ പറയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രഖ്യാപനം റൊണാൾഡീഞ്ഞോയാണ്. അതെ, റൊണാൾഡീഞ്ഞോട് ചോദിക്കുന്നുണ്ട് ആരായിരിക്കും ഒരു സാധ്യത ചോദിക്കുമ്പോൾ ഞാൻ മുൻപ് കളിച്ചിരുന്ന ഒരു ക്ലബിലെ താരമായിരിക്കും എന്ന് പറയുന്നുണ്ട്. യമാലാകാം, റാഫീഞ്ഞ ആകാം, ഡംബലെ ആവാം. അതെ. അപ്പോൾ ഫുട്ബോളിലെ പ്രസ്റ്റീജിയസ് അവാർഡായ ബലൻഡിയോർ പുരസ്കാരം ഒസ്മാൻ ഡംബലെ എന്ന ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ PSG താരം തന്നെ നേടുമെന്നാണ് ജയേഷ് പൂക്കോട്ടൂരും അതുപോലെ ഹാരിസ് നെന്മാറയും ഞാനും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുവടെ നിങ്ങളുടെ ചോയ്സ് ആരൊക്കെയാണ് എന്ന്, നിങ്ങൾ ഇതിനപ്പുറമുള്ള വേറെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ, അതൊക്കെ കമൻറ്റുകളായി ഇതിനകത്ത് എഴുതുക. വി ആർ വെയിറ്റിംഗ്.